ചൊരിക്കുന്നവരുണ്ടാകും, മതമില്ലെന്ന് പറയുന്നവരുണ്ടാകും, ആരും ഇവിടെ കാണട്ടെ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. പക്ഷേ അസ്രായീൽ ഇറങ്ങി വന്നാൽ ഓടാൻ സ്ഥലം മതിയാവുകയില്ല കേട്ടോ. ഇത്രയൊക്കെ വമ്പനാണ്. പക്ഷേ ഇനി ഈ മനുഷ്യന്റെ താടി പിടിച്ച് തലയിലേക്ക് കെട്ടിയില്ലെങ്കിൽ വായി തുറന്നു പോകും. വാ തുറന്നു കിടന്നാൽ അതിനകത്തേക്ക് വല്ല പ്രാണികളോ മറ്റോ കയറും. അതൊക്കെ കുഴപ്പത്തിന് കാരണമാകും. അതുകൊണ്ട് വീതിയുള്ള ഒരു ശീലകഷണം എടുത്തിട്ട് താടി പിടിച്ച് തലയിലേക്ക് കെട്ടണം. നിങ്ങളോട് ചെയ്തോളി. കാരണം വേറൊരു സംഭവം കൂടി ഞാൻ എടുത്തു പറയാം. ഞാനിത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ട് ഈ പറഞ്ഞ സുഖം അത് ചെയ്യാൻ എനിക്ക് കിട്ടിയിട്ടില്ല. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കണം. ഈ പറഞ്ഞ സുഖത്തിന് പറയുന്ന അത്ര എളുപ്പത്തിൽ ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യേണ്ടത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ പറഞ്ഞതുപോലെ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. പറയുന്ന സുഖവും കേൾക്കുന്ന സുഖവും ചെയ്യാനുണ്ടാവില്ല. ഇപ്പോ അടുത്തത് വലിയ മഫാസിലുഹു. ഇത് പല സ്ഥലത്തും ചെയ്യാറില്ല. പെണ്ണുങ്ങളൊക്കെ നല്ലോണം കേട്ടുവെച്ചോ. വലുയ്യന മഫാസിലുഹു. ഒരാളെ ജീവൻ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജോയിന്റുകൾ, സന്ധികൾ എല്ലാം തടവി മടക്കി നിവർത്തി മയപ്പെടുത്തി വെക്കണം. കാരണം ഒരു മരിച്ചപ്പോ കാലിങ്ങനെ വെച്ചിട്ടാ മരിച്ചത്. അരമണിക്കൂർ കഴിഞ്ഞാൽ ഈ കാലിനെ നിവർത്തിയാൽ നിവരൂല മക്കളെ. തടി കഷണം പോലെ മാറാൻ പോവുകയാണ്. ചൂടാറി പോകുന്നതിന്റെ മുമ്പ് വല്ലതും ചെയ്യാനെ പറ്റിയാലല്ലാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ കാലിങ്ങനെ മടക്കി വെച്ച് മരിച്ച മനുഷ്യന്റെ കാല് ചൂടാറുന്നതിന് മുമ്പ് നിവർത്തിയിട്ടില്ലെങ്കിൽ അയാളെ കബറടക്കാൻ സ്പെഷ്യൽ കബറുണ്ടാക്കേണ്ടി വരും. അപ്പൊ വേണം. ഇസ്ലാമിന്റെ നിയമം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ ജോയിന്റുകളും, കെണുപ്പുകൾ, സന്ധികളൊക്കെയും തടവി മടക്കി നിവർത്തി മയപ്പെടുത്തി വെക്കുക. ജീവൻ പോയ ഉടനെ ചെയ്യേണ്ടതാണ്. ഇനി വനുസിയ സിയാബുല്ലത്തി മാത ഫീഹാ. മരിച്ച സമയത്ത് ഇവൻ ധരിച്ച, ഇവൾ ധരിച്ച വസ്ത്രം ഉടനെ അഴിച്ചു മാറ്റണം. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടക്കുന്നു. വകം മിൻ സിഗാരിൻ യർതജീ തൂല ഉംരിഹിം വഖദ് ഖുബിലത് അർവാഹുഹും ലൈലത്തൽ ഖദ്രി. വകം മിൻ സിഗാരിൻ യർതജീ തൂല ഉംരിഹിം وقد ذهبت أجسادهم ظلمة القبر وقد دخلت أجسادهم ظلمة القبر. എത്ര ചെറുപ്പക്കാര് കുട്ടികളാ വീട്ടിൽ നിന്ന് നല്ല വാക്ക് പറഞ്ഞിറങ്ങി അതേ റോട്ടിലെത്തി മരിച്ചുപോയിരിക്കുന്നു. ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ മാത്രം വീട്ടിലേക്ക് കൊണ്ടുവരാൻ ഒരുങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. സർവ്വ അപകടങ്ങളെ തൊട്ട് ചുഴലിക്കാറ്റുകളെ തൊട്ട് അല്ലാഹു നമുക്കും നമ്മുടെ ബന്ധുമിത്രങ്ങൾക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. വളരെ വേദനയോടുകൂടി സാധുവായ ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് മുമ്പ് വാടാനപ്പള്ളിയിൽ നിന്ന് എന്റെ വളരെ അടുത്ത ബന്ധമുള്ള ഒരു വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് ഒമാനിൽ കുടുങ്ങിപ്പോയവർക്ക് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സർവശക്തനായ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും കാവൽ നൽകട്ടെ. ഞാൻ പറയുന്ന ഒരു ചെറുപ്പക്കാരൻ മരിച്ചു. ആ മരിച്ച ചെറുപ്പക്കാരൻ പാൻസ് ധരിച്ചുകൊണ്ടാണ് മരിച്ചത്. ഉടനെ അഴിക്കാതെ നിവൃത്തിയില്ല. ഒരു സഹോദരി, അവൾ സാരി ധരിച്ചുകൊണ്ടാ മരിച്ചു കിടക്കുന്നത്. അഴിക്കാതെ നിവൃത്തിയില്ല പെങ്ങളെ. മരിക്കുമ്പോൾ ധരിച്ചിട്ടുള്ള സർവ്വ വസ്ത്രങ്ങളും അഴിക്കുകയാണ്. സാധുവായ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രമായിരിക്കും
ധരിച്ചിട്ടുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാച്ച് കെട്ടിയിട്ടുണ്ടാകും. ഞാനൊരു സ്ത്രീയാണെങ്കിൽ എന്റെ കാതിലും കഴുത്തിലുമൊക്കെ ആഭരണങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ടാകും. ഇതെല്ലാം ഇനി ഉടനെ തന്നെ അഴിച്ചു മാറ്റിയേ പറ്റൂ. മരിച്ചവനെ പാൻസ് ധരിപ്പിച്ച് കിടത്തിയ വളരെ പെട്ടെന്ന് അവന്റെ ശരീരം തകരാറായി പോകാനിടയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങളെല്ലാം അഴിച്ചു മാറ്റുകയും വസുത്തിറ ബദനുഹു ബിസൗബിൻ ഖഫീഫ്, ഒരു നേരിയ മുണ്ടിട്ട് മൂടിയിട്ട് കിടത്തുകയും വേണം. നേരിയ മുണ്ട്, നേരിയ വസ്ത്രമിട്ട് മൂടുക. ഒരുപാട് വലിയ പുതപ്പിട്ടിട്ട് മയ്യത്തിനെ പുതപ്പിച്ചാൽ പറ്റൂല. കാരണം മയ്യത്തിന്റെ ശരീരം പെട്ടെന്ന് തകരാറായി പോകും. അതുകൊണ്ടാണ്. പിന്നെ ഷർട്ട്, പാൻസ് പോലുള്ളതൊക്കെ നമ്മൾ ഒരാൾ മരിച്ചിട്ട് നമ്മൾ അഴിച്ചെടുക്കുമ്പോ ചില ആളുകൾ പെട്ടെന്ന് കത്രിക വെച്ചിട്ട് ഇങ്ങനെ കീറിയങ്ങ് എടുക്കലുണ്ട്. ആ പാൻസ് അല്ലെങ്കിൽ അവൻ ധരിച്ച ആ വസ്ത്രം അതിന് കേടുപാട് പറ്റാതെ അത് അഴിച്ചിങ്ങോട്ട് മാറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് അങ്ങനെ തന്നെ അഴിച്ചെടുക്കണം. അത് ഏതോ എത്തിമക്കളെ മുതലാണ്. ചിന്ത മനസ്സിലാവുണ്ടോ? ഫോണ ഈ വിഷയം ചില്ലറ വിഷയമല്ല. ഇത് മനുഷ്യന്മാർ ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് ഹാസ്യവൽക്കരിക്കാനൊന്നും കഴിയില്ല. ഇത് നമ്മൾ ഈ കീറാൻ പോണ സാധനം എത്തിൻകുട്ടിൻ്റെതാണ്, സൂക്ഷിച്ചോളണം. അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യൻ ധരിച്ച വസ്ത്രം അവകാശി മാറിപ്പോയി. റൂഹ് പിരിയലോട് എന്റെ വസ്ത്രമല്ല, എന്റെ മക്കളുടേതായി പോയി. എത്ര ക്ഷണികമാണ് സഹോദരാ മനുഷ്യ ജീവിതം. ഇടക്കിടക്ക് ഓർക്കാൻ ഈ പ്രസംഗം ഒരു കാരണമാകണം. ഇരിക്കട്ടെ, പിന്നീട് എന്ത് വേണമെന്നറിയുമോ? ഒരു ചെറിയ എന്തെങ്കിലും ഒരു വെയിറ്റ് എടുത്തിട്ട് അവന്റെ വയറ്റുമ്മല് വെക്കണം. അങ്ങനെ വെക്കുമ്പോൾ അതൊരു നേരിയ വസ്ത്രം ഇട്ട് ആകെ മൂടണമെന്ന് പറഞ്ഞല്ലോ. ആ വസ്ത്രത്തിന്റെ മേലെ വെക്കലാണ് നല്ലത്. എന്തിനാണ് ഒരു ചെറിയ ഭാരം വെക്കണതെന്നറിയുമോ? വയറ് വീർത്തു പോകാതിരിക്കാനാണ്. അതും ഒരു പ്രധാനപ്പെട്ട സംഗതി തന്നെ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഖിബിലയിലേക്ക് തിരിച്ചുകൊണ്ട് ഒരു വിരി പോലും ഇല്ലാതെ വെറുതെ ഒരു കട്ടിലിൽ അവനെ കിടത്തിയിടണം. അവനായാലും അവളായാലും വലിയ പണക്കാരൊക്കെയാണെങ്കിൽ പട്ടുമെത്തയിലായിരുന്നു ഇതുവരെ, ശീതീകരിച്ച മുറിയിലായിരുന്നു ഇതുവരെ, എല്ലാ സൗകര്യങ്ങളോടും കൂടെയായിരുന്നു. പക്ഷേ ഇനി അവന്റെ കിടത്തത്തിന് പ്രതാപം വേണ്ട, പത്രാസ് വേണ്ട. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, മയ്യത്ത് കിടത്തുമ്പോൾ കട്ടിലിന്റെ മേലെ ഒരു വിരി പോലും പാടില്ല എന്നാണ്. വെറുതെ ഒരു കട്ടിലിന്റെ മേലെ ഒരു വിരി പോലും ഇല്ലാതെ ഇവനെ കിടത്തുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പടച്ച റബ്ബേ, എന്തൊക്കെയോ സൗകര്യങ്ങളുള്ളവനായിരുന്നു ഞാൻ, ഇതാ എന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. നിന്റെ ദയക്ക് വേണ്ടി ഒരു ഫക്കീറിനെ പോലെ ഞാനിതാ കിടക്കുന്നു. ആ കിടത്തത്തിന് അങ്ങനെ ഒരർത്ഥമുണ്ടാക്കുകയാണ്. ആ നിലക്ക് പടച്ച റബ്ബിന്റെ റഹ്മത്ത് അയാളിലേക്ക് ലഭിക്കാൻ വേണ്ടി കിടത്തുന്നു. ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യന്റെ റൂഹ് അങ്ങോട്ട് പിരിഞ്ഞാൽ ഉടനെ ചെയ്യണം. ഇതാര് ചെയ്യണം? അവന്റെ ബന്ധുക്കളിൽ നിന്ന് അവനോട് അവളോട് ഏറ്റവും സ്നേഹബന്ധമുള്ളയാൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ വേണ്ടിയത് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഇനി ചില വിഷയങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇവിടെ ഒരു മരണം സംഭവിച്ച വീട്ടിൽ വന്നപ്പോ കണ്ണടിച്ചു കൊടുത്തു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ നൃത്തങ്ങള് അവിടെ ഒരു വീട്ടുകാരനവരെ പോലെയാണ് പെരുമാറിയത്. അവിടെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം ഒരു മരണം സംഭവിച്ച വീട്ടിൽ കഥനത്തിന്റെ കണ്ണീരിന്റെ കറുത്ത കാർമേഘങ്ങൾ ഇരുണ്ടു കൂടി നിൽക്കും, സംശയമില്ല. അടുത്ത നിമിഷം വരെ ജീവിതത്തിന്റെ എല്ലാ സുഖദുഃഖങ്ങളും പങ്കുവെച്ച പങ്കാളിയാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, അല്ലെങ്കിൽ വന്യ മാതാപിതാക്കളാണ്, വീടിന്റെ വിളക്കായി പരിലസിച്ചവരാണ്. അതുമല്ലെങ്കിൽ വീടിന്റെ മുറ്റത്ത് ആർത്തു
തിമർത്ത് ഓടിപ്പാഞ്ഞു ശലഭങ്ങളെ പോലെ നടന്ന പൊന്നു പൈതങ്ങളാണ് ആരോ മരിച്ചിരിക്കുന്നു. തീർച്ചയാണ് ഒരു വൃദ്ധയായ മാതാവോ പിതാവോ ആണ് മരിച്ചതെങ്കിൽ പോലും ആ വീടിന്റെ വിളക്കടഞ്ഞതുപോലെയാണ്. അവിടെ കഥനമുണ്ടാകും, കണ്ണീരുണ്ടാകും, കരച്ചിലുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടുകാരെ വിളിച്ചിട്ടൊരു ഉപദേശം കൊടുക്കുന്നു. ലാ തദ്ഉ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. ഓ ഈ മരണം നടന്ന വീട്ടുകാരെ, ഇവിടെ വെച്ച് ഖൈറല്ലാത്തതൊന്നും നിങ്ങൾ പറയരുത് കേട്ടോ. ഫൈനൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം ഇവിടെ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉപദേശം കൊടുക്കുന്നത് ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഹദീസ് നമ്പർ 920 കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോ, നബി തങ്ങൾ പോവുകയല്ല. പിന്നെ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിൽ നബി തങ്ങൾ എന്താണ് അവിടെ ചെയ്തതെന്നറിയുമോ? ആ മരണ വീട്ടിലിരുന്നിട്ട് പുന്നാര നബി കൈ ഉയർത്തി ദുആ ചെയ്യുന്നു. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, ഈ മരിച്ചു കിടക്കുന്ന എന്റെ അബൂ സലമ എന്ന സുഹൃത്തിന് നീ പുറത്തു കൊടുക്കണേ. വർഫഅ ദർജതഹു ഫിൽ മഹ്ദീൻ, സന്മാർഗികളുടെ നിലയിലേക്ക് അദ്ദേഹത്തിന്റെ പദവി നീ ഉയർത്തേണമേ. വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ, അദ്ദേഹത്തിന് ശേഷം സന്മാർഗികളിൽപ്പെട്ട പ്രതിനിധിയെ നീ ഏർപ്പെടുത്തി കൊടുക്കണമേ. വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ, റബ്ബുൽ ആലമീനായ നാഥ ഞങ്ങൾക്കും ഈ മരിച്ചു കിടക്കുന്ന മനുഷ്യനും നീ പൊറുക്കേണമേ. വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി, ഇദ്ദേഹത്തിന്റെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണമേ. വനവ്വിർ ലഹു ഫീഹി, ഈ മനുഷ്യന്റെ ഖബർ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. മരണം നടന്ന വീട്ടില് മയ്യത്തിന്റെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അഷ്റഫുൽ ഖൽഖി വിശ്വഗുരുവായ മുഹമ്മദ് മുസ്തഫ ഇരുന്നിട്ട് ദ്വാരക്കണു, കൂട്ടുപ്രാർത്ഥന നടത്തുന്നു. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണുന്നു. ഇടയ്ക്ക് ഞാൻ പറയാം, വിവരം കെട്ട ഈ ലോകം, ഏതോ വിവരം കെട്ടവന്റെ പഠന ക്ലാസ് ഖുർആൻ ക്ലാസ്സിൽ പങ്കെടുത്ത ഒരു പുത്രൻ അതാ വരുന്നു, എന്റെ വാപ്പക്ക് ദ്വാരക്കണ്ട, ദ്വാരക്കണ്ട, ഇവിടെ ദ്വാരക്കണ്ട, ദ്വാരക്കണ്ട. സുബ്ഹാനല്ലാഹ്, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാതെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ പിഴച്ച പ്രസ്ഥാനത്തിലും പെട്ടുപോകാതെ അന്ത്യനാളോളം നമ്മുടെ മക്കളെ അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. ഖുർആൻ ക്ലാസ്സിലാക്കണോന് വിവരമില്ലാത്തതിന് നമ്മൾ എന്ത് ചെയ്യാനാണ്? അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ദുആ ചെയ്യുന്നു. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ഫീഹി, നബി തങ്ങളുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് ഗ്രഹിക്കാം ഇസ്തിഹ്ബാബു ദുആഇ ലിൽ മയ്യിതി ഇൻദ മൗതിഹി, ഒരാൾ മരിച്ചാൽ ആ മരിച്ച സന്ദർഭത്തിൽ ആ മയ്യത്തിന് വേണ്ടി ദുആരക്കൽ പുണ്യമാണ് എന്ന് നബി തങ്ങളുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് മനസ്സിലാക്കാം. മാത്രമല്ല വലി അഹ്ലിഹി, ആ മയ്യത്തിന്റെ ബന്ധുക്കൾക്കും ദുആരക്കണമെന്ന് മനസ്സിലാക്കാം. വദുരിയതിഹി, ആ മരിച്ചു കിടക്കുന്ന മനുഷ്യന്റെ മക്കൾക്ക് വേണ്ടിയും ദുആരക്കണമെന്ന് മനസ്സിലാക്കാം. ബിഉമൂരിൽ ആഖിറതി വദ്ദുനിയാ, ദുനിയാവിന്റെ കാര്യങ്ങളും ആഖിറത്തിന്റെ കാര്യങ്ങളും മയ്യത്തും വെച്ച് ദ്വാരക്കണമെന്ന് മനസ്സിലാക്കാം. ഇമാം നവവി തങ്ങൾക്ക് അങ്ങനെയാണ് തിരിഞ്ഞത്. ഒരു വിവരവുമില്ലാത്തവൻ ഖുർആൻ ക്ലാസ്സിലാക്കാതെ പറഞ്ഞ് വിളിച്ചാൽ എന്റെ സഹോദരിമാരെ പോകരുത്. എന്റെ സുഹൃത്തുക്കളെ, നിങ്ങൾക്കതിന്റെ നെല്ലും പതിരും വേർതിരിച്ചറിയാൻ കഴിയില്ല. അവര് പറയുന്നതിലും കുറെയൊക്കെ നല്ല കാര്യങ്ങൾ ഉണ്ടാവുകയില്ലേ എന്ന് കരുതിയിട്ട് ഒരൊറ്റ പിഴച്ച പ്രസ്ഥാനക്കാരന്റെ പുത്തനാശയക്കാരന്റെ ക്ലാസ്സിലും പോയി പങ്കെടുക്കണ്ട. ഞാനത് വെറുതെ പറയല്ല. ഒരു സ്ഥലത്ത് ഒരാൾ മരിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ മരണവാർത്ത അറിഞ്ഞപ്പോ അദ്ദേഹവുമായി ജീവിതകാലത്ത് സ്നേഹബന്ധമുള്ള, അദ്ദേഹം പല സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു പണ്ഡിതൻ മരണവാർത്ത അറിഞ്ഞിട്ട് വേഗം അവിടെ ചെന്നു.
അങ്ങനെ ആ നേരിയ മുണ്ടിട്ട് മൂടിക്കിടത്തിയ ആ മയ്യത്തിന്റെ മുഖം ഇയാൾ തുറന്നു നോക്കിയപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു പോയി. കാരണം ഈ മനുഷ്യന് കിതാബ് ഓതി പഠിക്കുന്ന കാലത്ത് ഗ്രന്ഥങ്ങൾ വാങ്ങാൻ കാശ് കൊടുത്ത ആളാണ്. പ്രശ്നം ഈ മനുഷ്യൻ മരിച്ചുപോയല്ലോ റബ്ബേ. സങ്കടത്തോടുകൂടി അവിടെ ഇരുന്നിട്ട് അൽ ഫാത്തിഹ ഓതുകയാണ്. യാസീൻ ഓതി ദ്വാരക്കണം എന്ന ഉദ്ദേശമാണ്. ഫാത്തിഹ ഓതി തീർന്നു. യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ. അവിടെ തെറ്റുള്ളൂ. ദാ വരുന്ന ഒരു പുത്രൻ. ആ പുത്രൻ ഇയാളെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടുന്ന് ഓതണ്ട, ഇവിടെ ഖുർആൻ ഓതണ്ട, വാപ്പക്ക് ഖുർആൻ ഓതണ്ട, എന്റെ വാപ്പക്ക് ഓതണ്ട, എന്റെ അമ്മക്ക് ഓതണ്ട. എന്ത് തെറ്റാണ് ഇയാൾ ചെയ്തത്? ഇയാൾ രാമായണാണോ വായിച്ചത്? അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമല്ലേ? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. ഇമാം മുസ്ലിം തന്നെ 919 നമ്പർ ഹദീസായി അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇദാ ഹദർതുമുൽ മരീദ അബിൽ മയ്യിത ഫഖൂലൂ ഖൈറാ. ഒരു രോഗിയുടെയോ ഒരു മയ്യിത്തിന്റെയോ അടുത്ത് നിങ്ങൾ ചെന്നാൽ ഫഖൂലൂ ഖൈറാ, ഖൈറായത് നിങ്ങൾ പറയണേ. ഖാല റസൂലുള്ളാഹി. പരിശുദ്ധമായ ഖുർആനിനേക്കാൾ ഖൈറായത് എന്തുകൊണ്ടാണ് വേറെ പറയാനുള്ളത് ലോകത്ത്? ഖൈറുൽ കലാമി കലാമുല്ലാഹ്, അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, അതിലും ഖൈറായ വേറെ ഒന്നും ഇനി പറയാനില്ല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ ഈ ഹദീസിൽ നിന്ന് തന്നെ അത് മനസ്സിലായില്ലേ ബുദ്ധിയുള്ളോന്? എന്റെ വാപ്പന്റെ മയ്യത്തിന്റെ അടുത്തിരുന്നിട്ട് ഖുർആൻ ഓതണ്ട. നിങ്ങൾ ആലോചിക്കണേ, ഈ പുത്രൻ ഏതോ ഒരു മുജാഹിദിന്റെയോ ജമാഅത്തെ ഇസ്ലാമിന്റെയോ ഖുർആൻ ക്ലാസ്സിന് പോയി കുടുങ്ങിയതാണ്. ആ ഖുർആൻ ക്ലാസ് എടുത്ത മൗലവി മരിച്ച വാപ്പാടെ അടുത്തുനിന്ന് ഖുർആൻ ഓതരുന്നേ പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ പണ്ഡിതൻ അവിടെ വന്ന് ഖുർആൻ ഓതി തുടങ്ങുന്നതിന്റെ കുറച്ചു മുമ്പ് ഒരു വെളുത്ത കതറിന്റെ വസ്ത്രമിട്ട ചങ്ങാതി ആ മയ്യത്തിന്റെ അടുത്തുനിന്ന് ദേശാഭിമാനി വായിച്ചു. ഈ പുത്രൻ തടഞ്ഞില്ല. ചന്ദ്രിക വായിച്ചു, ഇവൻ തടഞ്ഞില്ല. അതെന്തേ? ഇവൻ പോയി പങ്കെടുത്ത ഖുർആൻ ക്ലാസ് എടുത്തായ മൗലവി മയ്യത്തിനെടുത്ത് വെച്ചുകൊണ്ട് വീക്കിലി വായിക്കരുതെന്നോ സിനിമയുടെ പരസ്യങ്ങൾ ഉൾപ്പെടെയുള്ള ദേശാഭിമാനിയോ ചന്ദ്രികയോ അതുപോലെയുള്ള പത്രങ്ങളൊന്നും വായിക്കരുതെന്നോ പറഞ്ഞു കൊടുത്തിട്ടില്ല. പിന്നെയോ മക്കളെ, നിങ്ങൾ മരിച്ച വീട്ടിൽ പോയാൽ അവിടെ പ്രശ്നമുണ്ടാക്കണം, മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം. അതുകൊണ്ട് മരിച്ച മയ്യത്തിനെടുത്ത് വെച്ചിട്ട് ആരെങ്കിലും ഖുർആൻ ഓതുകയാണെങ്കിൽ നിങ്ങൾ അത് തടഞ്ഞാൽ മതി, അപ്പൊ പ്രശ്നം ഉണ്ടാകുന്ന ക്ലാസ് എടുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഈ പുത്രൻ വന്നിട്ട് പണ്ഡിതന്റെ കൈക്ക് പിടിച്ചത്. സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ചിന്തിച്ചോ, മക്കൾ ഏവന്റെ ക്ലാസ്സിലാ പങ്കെടുക്കുന്നത്? ഏത് പാർട്ടിയുടെ ഓഫീസിലാ പോകുന്നത്? ഏവന്റെ സമ്മേളനത്തിനാ ചെല്ലുന്നത്? ആരെ കൊടിയാ പിടിക്കുന്നത്? ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിയിട്ട് നിയന്ത്രിച്ചില്ലെങ്കിൽ ഏതെങ്കിലും പിഴച്ച പ്രസ്ഥാനക്കാരന്റെ ഓഫീസിൽ കയറി മക്കളെ മനസ്സ് കേടുവന്നു പോകും കേട്ടോ. സൂക്ഷിക്കണം. അപ്പൊ ഞാൻ പറയട്ടെ, ഈ മയ്യത്തിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചു. അവിടെ വളരെ ശാന്തമായ അന്തരീക്ഷമായിരിക്കണം ഉണ്ടാകേണ്ടത്. അവിടെ ബഹളം ഉണ്ടാകാൻ പാടില്ല, ഒച്ചപ്പാടുണ്ടാകാൻ പാടില്ല. അവിടെ മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് മലക്കുകൾ ആമീൻ പറയുന്നുണ്ട്. ഈ നിലക്ക് മരണം നടന്ന വീട്ടിൽ കഥനത്തിന്റെ കണ്ണീരിന്റെ കാർമേഘങ്ങൾ ഇരുണ്ട് കൂടി നിൽക്കുകയാണെങ്കിലും പരമാവധി സഹനവും ക്ഷമയും കൈമുതലാക്കി അല്ലാഹുവിന്റെ ഖദർ ഖലാഇനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് നാം ആ വീട്ടിൽ കഴിയണം. കുറച്ചാളുകൾ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുകയാണെങ്കിൽ ഓതട്ടെ, അത് അല്ലാഹുവിന്റെ കലാമാണ്. അത് ഏറ്റവും ഹൈറായ കലാമ് തന്നെ. അതവിടെ ഓതുന്നതിന് യാതൊരു വിരോധവുമില്ലെന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന സ്ഥലത്ത് റഹ്മത്ത് ഇറങ്ങുമെന്നതിന് തർക്കമില്ലല്ലോ. മയ്യത്തിന്റെ അടുത്ത് വെച്ച് ഖുർആൻ ഓതിക്കൂടാ എന്നാണ് വാദമെങ്കിൽ സഹോദരന്മാരെ, അത് നിലനിൽപ്പില്ലാത്ത വാദമല്ലേ? കാരണം ഇത് പറയുന്നവരും മരിച്ചാലും മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ? മയ്യത്ത് നിസ്കരിക്കാൻ മയ്യത്തിന്റെ അടുത്ത് വെച്ചുകൊണ്ട് ഖുർആൻ ഓതാതെ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ഏതോ വിവരമില്ലാത്തവർ എപ്പോഴോ പറഞ്ഞ് കുടുങ്ങിപ്പോയ അബദ്ധ വിശ്വാസങ്ങളാണ്. അതിലൊന്നും പെടണ്ട. കുറച്ചാളുകൾ ഖുർആൻ ഓതട്ടെ, ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? നോക്കൂ,
ഈ മരിച്ചു കിടക്കണ മനുഷ്യനെ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചല്ലോ, വല്ല കടവുമുണ്ടെങ്കിൽ വേഗം കടം വീട്ടാൻ വേണ്ട ഏർപ്പാട് ചെയ്യണം. അതുമായി ബന്ധപ്പെട്ട വിശദീകരണം ഇന്നലെ തന്നതുകൊണ്ട് ഞാൻ ഇന്ന് അങ്ങോട്ട് കിടക്കുന്നില്ല. ഇനി ഇവൻ വല്ല വസയ്യത്തും ചെയ്തിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അവകാശികൾ പെട്ടെന്ന് ആ വസയ്യത്ത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കണം. മയ്യത്ത് അടിയന്തരമായി പരിപാലനം നടത്തണം. ഒരാൾ ഗുജറാത്തിലുണ്ട്, വേറെ ഒരാള് അമേരിക്കയിലുണ്ട്, പിന്നെ മൂത്താപ്പന്റെ എളാപ്പന്റെ അനുജന്റെ കെട്ടിയോളെ നാത്തൂന്റെ ഒരാള് ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മയ്യത്ത് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, കിതാബിന് നോക്കിയാൽ മനസ്സിലായത് എന്താണെന്നറിയോ, വേഗം മയ്യത്ത് പരിപാലിക്കണം, മയ്യത്ത് പരിപാലനം വേഗം നടത്തണമെന്ന് പറഞ്ഞപ്പോ ഒരു അപകടം ഉണ്ടാകാത്ത നിലക്ക് ഇമാം നവവിയും മറ്റു കിതാബിൽ രേഖപ്പെടുത്തുകയാണ്, പെട്ടെന്നാ മരിച്ചതെങ്കിൽ മരണം ഒന്ന് ഉറപ്പാക്കണേ, വേഗം ചെയ്യണമെന്നാണ്, മയ്യത്ത് പെട്ടെന്ന് കബറടക്കണം. പിന്നെ ഈ മരണം മയ്യത്തുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ അയൽവാസികൾ, ആലിമീങ്ങൾ, ഉസ്താദുമാര്, ശിഷ്യന്മാര്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒന്ന് വിവരം കൊടുത്ത് അവര് വന്നു. മയ്യത്ത് നിസ്കാരത്തിൽ ആളുകൾ ധാരാളമായി പങ്കെടുത്ത് കിട്ടിയാൽ അത് ഇദ്ദേഹത്തിന് വലിയ ഗുണമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മയ്യത്തിന്റെ മേൽ 100 ആളുകൾ നിസ്കരിച്ചാൽ, ഒരു ഹദീസിൽ അങ്ങനെ കാണാം. ഇൻഷാ അല്ലാഹ് മയ്യത്ത് നിസ്കാരം പറയുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് ഞാൻ പറയും. വേറൊരു ഹദീസിൽ 40 ആള് എന്ന് കാണാം, മറ്റൊരു ഹദീസിൽ 3 സഫ് എന്ന് കാണാം. അപ്പൊ ചുരുക്കത്തിൽ കുറെ അധികം ആളുകൾ ഒരു മയ്യത്തിന് വേണ്ടി നിസ്കരിക്കുകയും അവരെല്ലാവരും മയ്യത്തിന് വേണ്ടി അല്ലാഹുവിനോട് ശുപാർശ പറയുകയും ചെയ്താൽ ഇല്ലാ ശുഫിഊ ഫീ, അവരുടെ ശഫാഅത്ത് അല്ലാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. ഏകാന്തതയുടെ ഖബറിലേക്ക്, മണ്ണിന്റെ വീട്ടിലേക്ക്, അന്ന് ഖബറിൽ എന്റെ ഭാര്യ കുഞ്ഞുമക്കളില്ല, അന്തസുറ്റ കൂട്ടുകെട്ട് കൂട്ടുകാരുമില്ല, ആരോരുമില്ലാതെ മൃദുലമായ കവിൾത്തടം മണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഖബറാകുന്ന ഇരുട്ടറയാകുന്ന പാരത്രീക ജീവിതത്തിലെ ഒന്നാമത്തെ താവളത്തിലേക്ക് ഈ മനുഷ്യനെ മാറ്റപ്പെടുകയാണ്. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പടച്ച റബ്ബിനോട് റെക്കമെന്റ് പറയാൻ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടി കിട്ടിയാൽ അത് വലിയ ഉപകാരം തന്നെ. ഈ ലക്ഷ്യത്തിന് വേണ്ടി മരണം മറ്റുള്ളവരെയൊക്കെ അറിയിക്കുക, പരസ്യപ്പെടുത്തുക, അനൗൺസ്മെന്റ് ചെയ്യുക, പള്ളിയിൽ വിളിച്ചു വരുന്നതൊക്കെ നല്ല കാര്യമാണ്. വേറെ പ്രൗഢിക്കും പ്രതാപത്തിനും വേണ്ടി ഒന്നാകെ അതിനുള്ള കുറച്ച് സാവകാശം, അത് തരക്കേടില്ല. എന്നല്ലാതെ അനാവശ്യമായി മയ്യത്ത് കൊണ്ടുപോയി ഫ്രീസറിലൊക്കെ വെച്ച് എത്രയോ ദിവസങ്ങൾ കാത്തു നിൽക്കുന്ന അതൊന്നും തീരെ ശരിയല്ല. വേഗം മയ്യത്തിന്റെ പരിപാടി നടത്തുകയാണ് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി സഹോദരന്മാരെ, ഈ വേറെ ചില സംഗതികൾ നോക്കൂ നിങ്ങൾ. അപ്പൊ എന്തൊക്കെയായി മരിച്ചു കഴിഞ്ഞപ്പോ അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുത്ത് പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി. കുറച്ചാളുകൾ മയ്യത്ത് അവിടെ ഖുർആൻ ഓതുന്നുണ്ട്, ചിലർ നിസ്കരിക്കുക, ചിലർ ദുആ ചെയ്യുന്നുണ്ട്. അതാ വേറെ ചില ആളുകൾ ബന്ധുമിത്രങ്ങൾക്കൊക്കെ വിവരം കൊടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ടെലിഫോൺ ചെയ്യുന്നു. ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മരിച്ചത് ചെറുപ്പക്കാരനോ മറ്റോ ആണെങ്കിൽ, ചെറുപ്പക്കാരിയാണെങ്കിൽ, അകാല മരണമാണെങ്കിൽ, കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, നമുക്ക് നമ്മെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു പോകാറുണ്ട്. ഈ വിനീതൻ ഒരു പള്ളിയിലെ ഇമാം എന്ന നിലക്ക് എത്രയോ അപകട മരണങ്ങൾ നടന്ന വീടുകളിൽ പോവുകയും വീട്ടുകാരെ സാന്ത്വനിപ്പിക്കുകയും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപകടം നടന്ന മയ്യത്തുകളെടുത്ത് വെക്കുമ്പോൾ ആ മയ്യത്തിന്റെ ഒറ്റവരും ഉടയവരും വന്ന് മുഖം കാണുന്ന സമയത്തുണ്ടാകുന്ന വികാര പ്രകടനങ്ങൾ കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒന്നാമതായി അല്ലാഹുവിന്റെ ഖദർ ഖളാഇൽ നല്ല വിശ്വാസത്തോടുകൂടി നാം ക്ഷമ കൈവരിച്ചാൽ പടച്ച റബ്ബ് വലിയ കൂലി തരും കേട്ടോ.
നോക്കൂ നിങ്ങൾ, കരയുന്നതിന് വിരോധമില്ല. എല്ലാം പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് പുന്നാര നബിയുടെ പ്രിയപ്പെട്ട മകൾ സൈനബ് റളിയല്ലാഹു അൻഹാ തന്റെ കുട്ടിയുടെ നില വളരെ അത്യാസന്നമായ ഒരു ഘട്ടത്തിലെത്തിയപ്പോ ഒരാളെ അയക്കുന്നു. ഇന്നബ്നി ഖദ് ഇഹ്തുദിറ ഫശ്ഹദ്നാ, ഉപ്പ വേഗം വരണം. സൈനബ് സ്വന്തം പിതാവായ അല്ലാഹുവിന്റെ റസൂലായ ഹബീബായ ഉപ്പയെ വിളിക്കുകയാണ്. ഉപ്പ വേഗം ഇവിടെ വരണം, എന്റെ മോൻ മരിക്കാൻ പോവുകയാണ്. ആ വിവരവുമായി ദൂതൻ നബി തങ്ങളെ സമീപിച്ചപ്പോ പുന്നാര നബി മകൾക്കൊരു സലാം പറയുന്നു. എന്നിട്ട് പറയണം, നിങ്ങൾ പോയിട്ട് എന്റെ മകളോട് പറയണം, ഇന്നലില്ലാഹി മാ അഹദാ, അല്ലാഹു പിടിച്ചത് അല്ലാഹുവിനുള്ളതാണ്. വലഹു മാ അഅതാ, പിടിക്കാതെ അല്ലാഹു നമുക്ക് വിട്ടുതന്നത് അതും അല്ലാഹുവിനുള്ളത് തന്നെ. നമുക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളിൽ ഒരു മക്കളെ, ഒരു മകനെയോ മകളെയോ അല്ലാഹു ഒന്ന് വിളിച്ചാൽ അത് അല്ലാഹുവിനുള്ളതാണ്. ബാക്കി നമ്മുടെ കയ്യിൽ വിട്ടേച്ച് തരുന്നതോ ജീവനോടെ ബാക്കി വെക്കുന്നതോ അതും അല്ലാഹുവിനുള്ളത് തന്നെയാണ് മോളെ. വകുല്ലു ശൈഇൻ ഇൻദഹു ബിഅജലിൻ മുസമ്മാ, എല്ലാത്തിനും പടച്ച റബ്ബിങ്കൽ ഒരു നിശ്ചിത കണക്കുണ്ട്. അതുകൊണ്ട് വൽ തസ്ബിർ വൽ തഹ്തസിബ്, മോള് ക്ഷമിക്കണം, മോൾ അല്ലാഹുവിങ്കലുള്ള കൂലിക്ക് കാക്ഷിക്കണം. അല്ലാഹുവിന്റെ റസൂൽ ഈ സന്ദേശവുമായി ദൂതനെ തിരിച്ചങ്ങയച്ചപ്പോ മകളതാ വാശി പിടിച്ചിട്ട് പറയുന്നു, എന്റെ ഉപ്പ ഇവിടെ വരാതെ പറ്റില്ല, ഉപ്പാനോട് വേഗം ഇങ്ങോട്ട് വരാൻ പറയൂ, എനിക്കതാണ് വേണ്ടത്. ഈ കുട്ടിന്റെ വല്യാപ്പനെ വേഗം കിട്ടണം, അല്ലാഹുവിന്റെ റസൂലിനോട് ഇങ്ങോട്ട് വരാൻ പറയൂ. സൈനബ് ബീവി റളിയല്ലാഹു അൻഹാ വാശി പിടിച്ചങ്ങ് പറയുമ്പോഴേക്ക് ഫഖാമ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ തന്റെ മകളെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. വമഅഹു, ആ സമയത്ത് റസൂലുള്ളാഹിന്റെ കൂടെയുണ്ട് സഅദ് ഇബ്നു ഉബാദ. അതന്നെ, എന്ത് ഭാഗ്യം ചെയ്ത ആൾക്കാരെ പേരാ വായിക്കാൻ പോണെന്നറിയോ? എപ്പം നോക്കിയാൽ ഇവരൊക്കെ പുന്നാര നബിന്റെ കൂടെയുണ്ട്. നോക്കൂ, മകളുടെ കുട്ടി മരിക്കാൻ പോവാണ്, റസൂലുള്ളാഹി ബേജാറോട് കൂടി അങ്ങോട്ട് പോകുന്നു. കൂടെ പോകാൻ ഒരുങ്ങുന്നത് ആരൊക്കെയാണ്? സഅദ് ഇബ്നു ഉബാദ, വമുആദ് ഇബ്നു ജബൽ, വഉബയ്യ് ഇബ്നു കഅബ്, വസൈദ് ഇബ്നു സാബിത്ത്, വരിജാലുൻ റളിയല്ലാഹു അൻഹും, വേറെയും കുറെ ആളുകൾ. ഞാൻ ഇതുപോലുള്ള ഹദീസൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ വിചാരിക്കാറുണ്ട്, പഠിച്ചവനെ ഇവർ എന്തൊരു ഭാഗ്യം ചെയ്തവരാ, റസൂലുള്ളാഹിന്റെ കൂടെ ഇങ്ങനെ ഏത് സമയത്തും പോകാനും വരാനും അവർക്ക് അവസരമുണ്ടായി. നമുക്ക് ആ നേതാവിനെ കാണാനും തൊടാനും കഴിഞ്ഞില്ല. പടച്ച റബ്ബേ, ഞങ്ങളെ ചങ്കിലെ ചോരയായ ഹബീബിന്റെ മദീനയിലേക്ക് നീ ഞങ്ങളെ എത്തിച്ചു തരണം അല്ലാഹ്, പല പല വട്ടം എത്തിക്കണം അല്ലാഹ്, അവിടുത്തെ മനാമിലെങ്കിലും ഞങ്ങൾക്ക് കാണിച്ചു തരണേ അല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കൂട്ടുകാരോടൊപ്പം വേഗം സൈനബിന്റെ വീട്ടിലെത്തി. ഫറുഫിയ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സബിയു, ആ ചെറിയ പൈതൽ, മരിക്കാൻ പോകുന്ന ആ കുട്ടിയെ നബി തങ്ങളെ കയ്യിലേക്ക് ഉയർത്തി കൊടുക്കുന്നു. ഫഅദഹു ഫി ഹിജ്രിഹി, നബി തങ്ങൾ ആ പൊന്നു കുട്ടിയെ തന്റെ മടിയിലിരുത്തുന്നു. വനഫ്സുഹു തഖർഖർ, പിഞ്ചു പൈതലിന്റെ റൂഹ് പിരിയുന്ന ഘട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മടിയിലേക്ക് ആ കുട്ടിയെ ഇരുത്തിയപ്പോൾ റൂഹ് അതാ പിരിഞ്ഞു പോകുന്ന ആ സന്ദർഭത്തിന് സാക്ഷിയായപ്പോൾ റസൂലുള്ളാഹിന്റെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകിപ്പോയി. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹു, ഞാൻ പറഞ്ഞല്ലോ കൂടെ ഉണ്ടെന്ന്, സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് മാ ഹാദാ, യാ റസൂലല്ലാഹ് മാ ഹാദാ, ഇതെന്താണ് അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ കരയുകയാണോ? കരയാൻ പാടില്ലല്ലോ. അങ്ങനെയാ മൂപ്പര് മനസ്സിലാക്കിയത്. മയ്യത്ത് പരിപാലനത്തിന്റെ കാസറ്റ് കേട്ടപ്പോ ചില ആളുകൾ മനസ്സിലാക്കുന്നത് പോലെ റസൂലുള്ളാഹിന്റെ ഒരു ക്ലാസ് കേട്ടപ്പോ സഅദ് മനസ്സിലാക്കിയത് തീരെ കരയാൻ പാടില്ലാണ്. അതാ മൂപ്പര് ചോദിച്ചത്, യാ റസൂലല്ലാഹ് മാ ഹാദാ, ഇതെന്താണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് നിന്റെ ധാരണ ശരിയല്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തി കൊടുക്കുന്നു. ഹാദിഹി റഹ്മത്തുൻ ജഅലഹല്ലാഹു തആല ഫീ ഖുലൂബി ഇബാദിഹി. സഅദേ,
എന്റെ കണ്ണിലൂടെ ചാലിട്ടൊഴുകുന്നത് അല്ലാഹു അവന്റെ അടിയങ്ങളുടെ കൽബിൽ നിക്ഷേപിച്ച റഹ്മത്താണടോ. വഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റുഹമാ. അല്ലാഹു അവന്റെ അടിയങ്ങളിൽ നിന്ന് കാരുണ്യവും വാത്സല്യവും ഉള്ളവരോട് മാത്രമാണ് കരുണ കാണിക്കുകടോ. അതുകൊണ്ട് കണ്ണ് നനഞ്ഞു പോകുന്നതിന്, കണ്ണിൽ നിന്ന് കണ്ണീരൊലിക്കുന്നതിന് വിരോധമില്ല. ഇത് ആ സന്ദർഭത്തിൽ നിമിത്തങ്ങൾ അവിടെ പഠിപ്പിച്ചു. വേറെ ഒരു ഹദീസിൽ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ബിദംഇൽ ഐനി. കണ്ണിൽ നിന്ന് കണ്ണീരൊലിക്കുന്നതിന് അല്ലാഹു ശിക്ഷിക്കൂല. വലാ ബിഹുസ്നിൽ ഖൽബി. ഹൃദയത്തിൽ ദുഃഖമുണ്ടാകുന്നതിന് അല്ലാഹു ശിക്ഷിക്കൂല. വലാകിൻ യുഅദ്ദിബു ബിഹാദാ. വലാകിൻ യുഅദ്ദിബു ബിഹാദാ. റസൂലുള്ളാഹി അവിടുത്തെ നാവിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു, ശിക്ഷ വരുന്നത് ഇവനെ കൊണ്ടാണ്. ഈ നാവ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയലാണ് ശിക്ഷ വരുത്തി വെക്കുന്നത്. കണ്ണിൽ നീര് വന്നാൽ കുഴപ്പമല്ല, കൽബിൽ ദുഃഖമുണ്ടാകുന്നതിന് തകരാറില്ല. നാവ് കൊണ്ട് അല്ലാഹു പൊരുത്തമില്ലാത്തത് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അതുകൊണ്ടാണ് ശിക്ഷ വരുന്നതെന്ന് ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അത് ശരിക്കും പഠിച്ചാടോ വെച്ചോളെ. ആണും പെണ്ണും ഒക്കെ നമുക്കൊക്കെ മരിക്കണം. ഏത് സമയത്ത് എവിടെ വെച്ച് എപ്പോൾ അത് ആർക്കും അറിയില്ല. അത് പ്രായം കൂടിയ ശേഷമാണോ അല്ല ചെറുപ്പത്തിൽ തന്നെയാണോ നമുക്കാർക്കും നിശ്ചയമില്ല. ഏത് സമയത്തും ആരും മരിക്കാനിടയുണ്ട്. ആ സമയത്തൊക്കെ സാധുവായ എന്റെ പ്രസംഗം ശ്രദ്ധിച്ചോളണം. പടച്ച റബ്ബിന് പൊരുത്തമില്ലാത്തതൊന്നും നമുക്ക് പറഞ്ഞുകൂടാ. ഒരാളെ കുട്ടിക്കാലത്ത് അല്ലാഹു മരിപ്പിക്കുന്നു, അതിലെന്തോ ഒരു രഹസ്യമുണ്ടാകും. വേറെ ഒരാൾ തന്റെ കല്യാണം നിശ്ചയിച്ച സമയത്ത് മരിച്ചു പോകുന്നു, എന്തോ ഒരു രഹസ്യം അതിലുണ്ടാകും. ഇതിന്റെ രഹസ്യങ്ങളൊക്കെ പടച്ച റബ്ബിനില്ലാതെ അറിയില്ല. അവന്റെ ഖദർ ഖലാഇനോട് പൊരുത്തപ്പെടുകയല്ലാതെ നാവുകൊണ്ട് ഒന്നും വിളിച്ചു പറയാൻ പാടില്ല. ഇബ്രാഹിം എന്ന കുട്ടി മരിച്ച സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ലാ നഖൂലു ഇല്ലാ മാ യുർദി റബ്ബനാ. പടച്ചോനെ, എന്റെ മോൻ മരിച്ചു കിടക്കുകയാണ്, എന്റെ റബ്ബേ നിനക്ക് പൊരുത്തമില്ലാത്തതൊന്നും നമ്മൾ പറയില്ല. യാ ഇബ്രാഹിം ഇന്നാ ബിഫിറാഖിക ലമഹ്സൂനൂൻ. മോനെ, നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ് മോനെ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകൻ മരിച്ചു കിടക്കുന്ന സമയത്ത് പറയുന്നു. അപ്പോൾ മരണവീട്ടിൽ കരച്ചിലിന് നിയന്ത്രണമുണ്ടാകണം, ക്ഷമ കൈവിടാതെ സൂക്ഷിച്ചോളണം. മരിച്ച വീട്ടിൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യമുണ്ടെന്നറിയണം. ഇന്ത്യ രാജ്യത്ത് നാം ജീവിക്കുമ്പോ ഇവിടെ പല മതക്കാരും പല ആദർശക്കാരും ഉണ്ട്. അവരുടെ ചില സ്വഭാവങ്ങളും ചില സംസ്കാരങ്ങളും ഒക്കെ നമ്മിലേക്ക് അറിഞ്ഞോ അറിയാതെയോ കടന്നു വരുന്നു. സൂക്ഷിക്കണം. പുഷ്പാർച്ചന നടത്തുക മുസ്ലിം സംസ്കാരമല്ല. അത് തന്നെയാണ് റീത്ത്. ഇയാളോട് മരിച്ചു, നമ്മളെ വാപ്പ ഉമ്മ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ഏതോ കുറച്ച് പ്രശസ്തിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അപ്പോഴേക്ക് വരും കുറെ ആളുകൾ ചക്രവായിട്ട്. അത് ഇവിടെ പറ്റൂല. എന്തേ അതിപ്പോ ഒരു ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഒരു വാപ്പ ഒരു മന്ത്രിയാണ്. ഇപ്പൊ മന്ത്രിമാർക്ക് നമ്മളെ പ്രസംഗം വയ്ക്കുന്നതിന് തടസ്സമല്ലല്ലോ. അല്ലെ MLA ആണ്, അല്ലെ പൊതുപ്രവർത്തകനാണ്. ഞാനിതിന്റെ ലുവാബക്കാരോട് പറയാ, നല്ല അധ്വാനുണ്ട് സാധുവ എനിക്കിത് പറയാന് കേട്ടോ. എല്ലാ സ്ഥലത്തും എത്തിക്കണം, സർവ്വ ആളുകൾക്കും കൊടുക്കണം, മന്ത്രിമാർക്കും കൊടുക്കണം, MLA-മാർക്കും കൊടുക്കണം, എല്ലാവർക്കും, മലയാളികൾക്കും മുഴുവൻ. മന്ത്രിയാണ് മരിച്ചെടുക്കുന്നത്. അപ്പൊ കുറെ ആളുകൾ പുഷ്പാർച്ചനയും മറ്റു ബഹളവും ഒക്കെ ആയിട്ട് വരിക എന്ന് വിചാരിച്ചോളേ. എന്നപ്പോ എന്ത് ചെയ്യും? ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് അവർ കൊണ്ടുവരുമ്പോ വാങ്ങിയിട്ട് വേറെ ആരെങ്കിലും വെച്ചേക്കാന്നല്ലാതെ മയ്യത്തുമലോ മയ്യത്തെട്ടുമലോ ഒന്നും അവർക്കത് സമർപ്പിച്ചു എന്ന് വന്നാൽ മതിയല്ല. അപ്പൊ അത് വാങ്ങിയിട്ട് അവിടെയൊക്കെ വെച്ചേക്കാം, അഡ്ജസ്റ്റ്മെന്റ് എന്നല്ലാതെ നമ്മുടെ പരിപാടിയെ അല്ല. ഹർത്താലും അതുപോലെ ഈ ബാഡ്ജ് ധരിക്കല് ഇതിനെ സംബന്ധിച്ച് തുഹ്ഫയില് കല്ലൂബി 1-ാം വാള്യം 343-ാമത്തെ പേജില്, തുഹ്ഫ 3-ാം വാള്യം 180-ാമത്തെ പേജിലൊക്കെ പറയുന്നുണ്ട്. ഹറാമാണെന്ന് വരെ പറയുന്നുണ്ട്.
അള്ളാന്റെ റസൂല് മരിച്ചിട്ട് ആരെങ്കിലും കട അടിച്ചിട്ട് ഹർത്താൽ ആചരിച്ചിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ, ഉമർ ഖത്താബിന്റെ ഒക്കെ ഞെട്ടിക്കുന്ന ദേഹവിയോഗമുണ്ടായിട്ട് മക്കത്തും മദീനത്തും കട അടിച്ചിരുന്നോ? ഇല്ലല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? മുസ്ലിമീങ്ങളായ നാം, മന്ത്രിയായാലും തിരക്കേടില്ല, ഏത് ഹോജയായാലും തിരക്കേടില്ല, വസിയത്ത് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ഒരു മന്ത്രിയോ മറ്റോ ആയിട്ട് മരിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ പറയണം, ഇസ്ലാമികമായ ഒരു സംസ്കാരമല്ല മരിച്ചതിന്റെ പേരിൽ ബന്ധു ഹർത്താലൊക്കെ നടക്കല്. മോനെ, എന്റെ വാപ്പ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് മരിച്ചു കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു രോഗിക്ക് ആശുപത്രി പോകാനോ മറ്റോ തടസ്സമായാൽ വാപ്പാന്റെ ആത്മാവ് അത് പൊറുക്കൂലട്ടോ. മോൻ പറയണം, എന്റെ വാപ്പ മരിച്ച പേരിൽ ഇവിടെ ഒരു ഹർത്താലും വേണ്ടെന്ന് പറഞ്ഞേക്കണമെന്ന് വസിയത്ത് കൊടുക്കുക. ഇസ്ലാമിക സംസ്കാരം അത് മതി നമുക്ക്. ഇനി പറയട്ടെ, അത്യാവശ്യമുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. മയ്യത്ത് കാണൽ പരിപാടി ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെയും ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മയ്യത്ത് കാണൽ പരിപാടി നടക്കുകയാണ്. ഇപ്പൊ അവിടെയല്ലേ നമ്മൾ എത്തിയിരിക്കണതല്ലേ? മരിച്ച വീട്ടിലെ ആളുകൾ കൂടി നിൽക്കുന്നു, ബന്ധുക്കളുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, ഉസ്താദ് വരുന്നുണ്ട്, ദ്വാരക്കുന്നുണ്ട്, ബന്ധുക്കൾ ഇങ്ങനെ പല സ്ഥലത്തും പോകുന്നുണ്ട്. അതിനിടയിൽ വരുന്ന ഒരു റീത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ആ കൂട്ടത്തിൽ മറ്റൊക്കെ അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ വീട്ടിലെ അവസ്ഥ എന്താണ്? നാം ഈ ക്ലാസ് തുടങ്ങുമ്പോൾ സങ്കല്പിച്ച് നമ്മുടെ രോഗി മയ്യത്തായി കിടക്കുകയാണ്. ആളുകൾ ഇങ്ങനെ വന്ന് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ശ്രദ്ധിക്കണം, ചില മയ്യത്തിന്റെ അടുത്തിരുന്നു കൊണ്ട് നല്ല തൊട്ടാ പൊട്ടണ പ്രായത്തിലുള്ള പെൺകുട്ടികള് നല്ല ഉഷാറിലങ്ങനെ ഖുർആൻ ഓതുക മയ്യത്തിന്റെ അടുത്തിരുന്നിട്ടേ. എന്നിട്ടാ അന്യ പുരുഷന്മാര് മുഴുവനും കയറി ഇറങ്ങാൻ പാടില്ല. വാപ്പ മരിച്ചെടുക്കണടുത്ത് പുരുഷന്മാര് വരും, മയ്യത്ത് കാണും. അതുകൊണ്ട് തന്നെ ആ വാപ്പാടെ അടുത്ത് വന്നിട്ട് നീ ഖുർആൻ ഓതണ്ട, നീ റൂമിൽ ഇരുന്നിട്ട് ഓതിക്കോ. അന്യപുരുഷന്മാരുടെ മുന്നിൽ സ്ത്രീക്ക് പ്രത്യക്ഷപ്പെടാൻ അതൊന്നും കാരണമല്ല. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. മറ്റുള്ള മതക്കാരുടെ ചില സ്വഭാവങ്ങളും സംസ്കാരങ്ങളും കടന്നു കയറുകയാണ്. അതുപോലെ മരിച്ചതൊരു സ്ത്രീയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ ഇരുന്ന് ഖുർആൻ ഓതാം. കാരണം അവിടേക്ക് ഒരൊറ്റ അന്യപുരുഷനും ഒരു കാരണവശാലും കടത്തൂലല്ലോ. സാധുവായ എന്റെ പ്രസംഗം കേട്ട ശേഷം ഇനി ആവർത്തിക്കരുത്. അതായത് അല്ലേ 10, 30, 35 വയസ്സുള്ള ഒരു പെൺകുട്ടി അവള് പ്രസവത്തോടനുബന്ധിച്ച് രോഗത്തിൽ മരിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു, അവിടുന്ന് ഓപ്പറേഷന് വിധേയമാക്കി, പക്ഷെ മരിച്ചുപോയി. ആ പെൺകുട്ടിന്റെ മയ്യത്തും വെച്ചിട്ട് കണ്ട ആണുങ്ങളെ മുഴുവൻ കയറ്റി കാണിപ്പിക്കേ. ഉത്തരവാദിത്വമുള്ളവർക്ക് ശ്രദ്ധ വേണം. ആ മയ്യത്തിന്റെ രക്ഷിതാക്കൾ ആരോ, ഭർത്താവിന് നിർബന്ധം ഉണ്ടായിരിക്കണം, മക്കൾക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. എന്റെ ഉമ്മാടെ മയ്യത്താണ്, ഉമ്മാടെ മുഖത്ത് ഒരു അന്യപുരുഷനും കാണാൻ പാടില്ല, ഞാൻ അനുവദിക്കൂല എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിക്കൊള്ളണം. അതേപോലെ തന്നെയാണ് അന്യ ആണുങ്ങൾ മരിച്ചു കിടക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ഒന്നും എന്തിനാ ഉള്ളാട്ടിരിക്കുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. അവൻ ഞങ്ങളെവിടെ മരിച്ചോടത്തൊന്നും പോണ്ടേ? നിങ്ങൾ മരിച്ചോടത്ത് പോണത് മയ്യത്ത് കാണാനാ? ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മരിച്ചോടത്ത് പോണത് മയ്യത്ത് കാണാനല്ല. അതൊക്കെ നമ്മുടെ ധാരണ പെശകളാ. നമ്മൾ പോകുമെന്ന് കാണും, വല്ല സാലിഹ്യങ്ങളോ മറ്റൊക്കെ ആണെങ്കിൽ ഇതിന്റെ വർക്കത്തൊക്കെ ഉണ്ടാവും. എന്നല്ലാതെ നാം മരിച്ചെടുത്ത് പോകുന്നത് മയ്യത്ത് കാണാനല്ല. ആ മയ്യത്തിന്റെ ബന്ധുക്കളെ സാന്ത്വനിപ്പിക്കുവാനാണ്. ഈ നിലയ്ക്കും മയ്യത്തിന്റെ ബന്ധുക്കളെ അനുശോചനം അറിയിക്കാനും നിസ്കരിക്കാനും സംസ്കരണ പരിപാടിയിൽ പങ്കെടുത്ത് കൂലി വാങ്ങാനുവാ, അല്ലാതെ മയ്യത്താണ് ഞങ്ങൾ പോണത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായി രക്തബന്ധമില്ലാത്ത, ജീവിതകാലത്ത് കാണാനും തൊടാനൊന്നും പറ്റാത്ത ആരെങ്കിലും മരിച്ചോടത്ത് പോയാൽ പെണ്ണുങ്ങൾ ആ മയ്യത്ത് കാണാൻ നടക്കരുത്, ആണുങ്ങളാകാത്ത പെണ്ണുങ്ങളെ മയ്യത്ത് കാണാൻ നടക്കരുത്. ഇപ്പൊ ഇവിടെ മയ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ചർച്ച എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതും കൂടി അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്. മിക്കവാറും ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു. ഇനി വേഗം മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുകയാണ്. അതിന്റെ 1-2 കാര്യങ്ങളെങ്കിലും ഞാൻ മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തെങ്കിലും ഇത് എത്തിച്ചിട്ട് നിർത്തണമെന്നൊരു വാശിയുള്ളത് കൊണ്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് അവിടേക്ക് നിർത്തിയിട്ട് നമുക്ക് പിരിയാം. റഹ്മാനായ റബ്ബ് ഈ പരിപാടി നമുക്ക് ഉപകാരപ്പെടുത്തി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് ഇത് ഖിയാമത്ത് നാൾ വരെ ഇതിന്റെ ഉപകാരം നിലനിർത്തി തരുമാറാകട്ടെ. നമ്മുടെ അധ്വാനം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്ത് നമ്മളുടെ മരണവും അനന്തര കാര്യങ്ങളുമൊക്കെ നല്ല നിലക്ക് നടന്നു കിട്ടാൻ ഇതൊരു സബബായി പടച്ച റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പക്ഷേ ഇവിടെ വേറൊരു വിഷയമുണ്ട്. മയ്യത്ത് പെട്ടെന്ന് കുളിപ്പുരയിൽ എത്തൂല. അതെന്താണെന്നറിയോ? ഈ മയ്യത്ത് ചിലപ്പോ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതായി വന്നിട്ടുണ്ടെങ്കിലോ,
ഒരു പ്രശ്നമല്ലേ? അത് ചർച്ച ചെയ്യണ്ടേ നമ്മള്? മരിച്ചത് ഒരു 8 മാസം ഗർഭമുള്ള ഒരു പെണ്ണാണ്. എന്താ വേഗം മയ്യത്ത് കുളിപ്പിച്ച് മറിയാൻ പറ്റുമോ? പറ്റൂല. ആ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യലും നിർബന്ധമാണ്. അപ്പൊ പിന്നെ ആ മയ്യത്ത് വേഗം ആശുപത്രിയിൽ എത്തിക്കണം. അത് നമ്മുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വളരെ വ്യക്തമായി ഫത്ഹുൽ മുഈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. വയജിബു, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാല് പോസ്റ്റ്മോർട്ടം നിർബന്ധമാകുന്ന മസാലകളുണ്ട്. രണ്ട് രീതി പറയുന്നുണ്ട്. ഒന്ന്, വയജിബു ശഖ്ഖു ബത്നി ബാലിഇ മാലിൽ ഗൈരി ലിഇഖ്റാജിഹി ഹൈസു തലബ. ഒരാള് മരിച്ചു. ഈ മരിച്ച മനുഷ്യന്റെ വയറ്റില് വേറെ ഏതോ ഒരാളുടെ വിലപിടിപ്പുള്ള എന്തോ ഒരു സാധനം പെട്ടുപോയിട്ടുണ്ട്. സ്വാഭാവികമാണ് അല്ലേ? സ്വർണത്തിന്റെ ബിസ്ക്കറ്റൊക്കെ ചിലപ്പോ വിഴുങ്ങി കളിപ്പിച്ചു. ബിസ്മില്ലാ. വിദേശത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് ഗൾഫിലൊക്കെ ഉള്ള ഭർത്താക്കന്മാരെ ഫോൺ ചെയ്യുമ്പോ സഹോദരിമാരെങ്ങനെ അഭിസംബോധന ചെയ്യാ? പൊന്നേന്ന, എന്റെ പൊന്നേന്ന്. എന്താ അതിന്റെ കാര്യം? വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടതെന്ന് ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്താണ്. ഇങ്ങനെ ആരോ ഒരാള് വല്ല പൊന്നോ മറ്റോ കൊടുത്തു, ഇവന് വല്ല കസ്റ്റംസുകാരെ കണ്ടപ്പോ വാങ്ങി, ഇതകത്ത് വിട്ടു. നോക്കണം, ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ. അങ്ങനെ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കി ആ വസ്തു പുറത്തെടുക്കണം. ഹൈസു ത്വലബ. ഉടമസ്ഥൻ അത് ആവശ്യപ്പെട്ടാൽ അത് കീറി എടുത്തോണ്ട് കൊടുക്കണം. നോക്കിക്കൊള്ളണേ. ഇനി അത് വേറൊരു നിയമം കൂടി പറയാം. അതുപോലെ വബത്നു ഹാമിലിൻ, ഗർഭിണിയുടെ വയറ് കീറണം. ലിഇഖ്റാജി ജനീനിഹാ ഹൈസു റുജിയത് ഹയാതുഹു. ഈ ഗർഭിണിയായ പെണ്ണിന്റെ ഉദരത്തിലുള്ള കുട്ടി രക്ഷപ്പെടുമെന്ന് വിദഗ്ധനായ ഡോക്ടർ അഭിപ്രായപ്പെട്ടാൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമായ നിലയിൽ ശറഅല്ലാഹു അസ്സ വജൽ. എന്നാൽ നിങ്ങൾക്കറിയണോ, ഇതുപോലെ തികച്ചും അനിവാര്യമായ ഘട്ടത്തിലല്ലാതെ മയ്യത്തിന്റെ ശരീരത്തിൽ വേറെ പണിയൊന്നും എടുക്കാൻ പാടില്ല. അൽ മയ്യിത്തു ബിജമീഇ അജ്സാഇഹി മുഹ്തറം. മയ്യത്ത് അവന്റെ ശരീരത്തിലുള്ള സർവ്വ അവയവങ്ങളും ആദരണീയമാണ്. രോമകൂപങ്ങൾ പോലും, ഒരു മുടി പോലും വെറുതെ ഒരു മയ്യത്തിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ പാടില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നഖം മുറിച്ചു കൊടുക്കാൻ പറ്റൂല. ഉമ്മാമ കിടക്കുന്നുണ്ട് മരിക്കാന്, പോയി നോക്ക് മരുവളെ. ആ ഉമ്മാമ ഉണ്ടല്ലോ, ആ ഉമ്മാമ ഉണ്ടായത് കൊണ്ടാ നിനക്ക് ചൂട് കൊള്ളാൻ പാകത്തിന് ഒരു ചെറുപ്പക്കാരനെ പെറ്റു പോറ്റി വലുതാക്കി നിന്റെ കെട്ടിയവനാക്കി മാറ്റി തന്നില്ലേ ആ ഉമ്മാമ. ആ ഉമ്മാമ മരിക്കാൻ പോവാണ്. ഉമ്മാമയുടെ നഖം മുറിച്ചിട്ടുണ്ടോന്നൊന്ന് നോക്കുമോളെ. ആ ഉമ്മാമ്മമാരെ മനസ്സിനൊരു സമാധാനം. കാരണം നേരത്തെ ഞാനൊരു വെടി വെച്ചതാ, നേരത്തെ ഒരു ഡോസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാന് നിങ്ങളെ അങ്ങനെ പിണക്കിയിട്ട് പോവോ? നിങ്ങളെ പോലുള്ളവരുടെ പ്രാർത്ഥനയല്ലേ സാധുവാ എനിക്കുള്ളത്, ഞങ്ങൾക്കുള്ളത്, ഞങ്ങളെ സംഘാടകർക്കുള്ളത്. അതുകൊണ്ട് എല്ലാ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും മനസ്സറിഞ്ഞ് ദുആ ചെയ്തുകൊള്ളണം. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് മോൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട്, ഓള് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വരും. ഓളിവിടെ വരുന്നതിന് ഇടക്കായിട്ട് മരിച്ചതിന്റെ ശേഷവും നഖമൊക്കെ വേഗം മുറിക്കാൻ പറ്റൂല. മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിന്റെ ശരീരം മൊത്തവും മുഹ്തറമാണ്, ആദരണീയമാണ്. അതെന്താണെന്നറിയോ മക്കളെ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് മനുഷ്യന്റെ മഹത്വം അവൻ മരിച്ചാലും തീരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന്റെ മഹത്വത്തിന് നിരക്കാത്തതൊന്നും അവന്റെ ശരീരത്തിൽ ചെയ്തുകൂടാ. മനുഷ്യന്റെ മഹത്വത്തിന് നിരക്കാത്തതൊന്നും ഡെഡ് ബോഡിയിൽ ചെയ്തുകൂടാ. ആവശ്യമില്ലാതെ അവന്റെ മുടി പോലും അവന്റെ നഖം പോലും തൊട്ടുകൂടാ.
അത്യാവശ്യമില്ലാതെ മയ്യത്തിന്റെ ശരീരം കീറി മുറിച്ചുകൂടാ. എത്രത്തോളം എന്നറിയുമോ? ഒരാള് മരിച്ചു, സംഗതിവശാല് എന്തോ കാരണങ്ങളാൽ അയാളെ സുന്നത്ത് കർമ്മം നടത്തിയിട്ടില്ലായിരുന്നു. എന്നാൽ പോലും ആ സുന്നത്ത് കർമ്മം നടത്താത്തത് കൊണ്ട് അതിന്റെ താഴ്ഭാഗത്തേക്ക് വെള്ളം ചേർത്ത് കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നാ പോലും ആ മയ്യത്തിന്റെ മേലെ ഒരു സുന്നത്ത് കർമ്മം പോലും നടത്തിക്കൂടാ. പിന്നെ ആ സുന്നത്ത് കർമ്മം നടത്താത്ത സ്ഥലത്തേക്ക് വെള്ളം ചേർക്കാൻ കഴിയാത്തത് ആ ഒരു സ്ഥലത്തിന് വേണ്ടി മാത്രം തയമ്മം ചെയ്യണമെന്നാണ് നിയമം. അപ്പൊ ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് പോലെ കണ്ടതിനും തോന്നിയതിനും തൊട്ടതിനെല്ലാം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല. പിന്നെ എന്താ? ഫലാ യജൂസു ഇല്ലാ ഭരണകൂടത്തിന്റെ നിയമങ്ങൾക്ക് വിധേയമാകാനല്ലാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ മയ്യത്ത് വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ മരിച്ചു വന്ന മയ്യത്തിന്റെ പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് ഹോസ്പിറ്റലിലേക്ക് എടുക്കേണ്ട കാര്യങ്ങൾ കൂടി പറയേണ്ടി വന്നത്. അപ്പൊ അത്യാവശ്യത്തിന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട മയ്യത്ത് അതിന് വിട്ടുകൊടുക്കണം. അതും കഴിഞ്ഞാൽ ഇനി വേഗം നമുക്ക് മയ്യത്ത് പരിപാലനം തുടങ്ങാം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക, ഈ 4 കാര്യങ്ങൾ ഫർള് കിഫകളാണ്. ഫർള് കിഫ എന്ന് പറഞ്ഞാൽ സാമൂഹ്യ ബാധ്യത എന്നാണ് അതിന്റെ ആശയം. സാമൂഹ്യ ബാധ്യത എന്ന് പറഞ്ഞാലോ വിവരമറിഞ്ഞ എല്ലാവരുടെ മേലും നിർബന്ധമാകും. ആരെങ്കിലും ചിലർ ചെയ്താൽ ആ ചെയ്തവർക്ക് കൂലി കിട്ടുകയും ബാക്കിയുള്ളവരൊക്കെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുന്ന ഫർള് എന്നാണ്. ഏതായാലും സഹോദരന്മാരെ, ഈ മയ്യത്ത് നമുക്ക് പെട്ടെന്ന് കുളിപ്പിക്കാൻ എടുക്കാം. അതിനുള്ള മറയും സൗകര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. മയ്യത്തെടുക്കുക, നമുക്ക് കൊണ്ടുപോയി കുളിപ്പിക്കുന്ന സ്ഥലത്ത് കിടത്താം. റഹ്മാനായ റബ്ബേ, ഞാനും 4 ആളുടെ കൈത്തണ്ടയിൽ താങ്ങിയെടുക്കപ്പെടുന്നവനാ. എന്നെ കേൾക്കുന്നവരെ നിങ്ങളും ഓർത്തുകൊള്ളുക. അതിവിദൂരമല്ലാത്ത ദിവസത്തിൽ മറ്റുള്ളവരുടെ കൈത്തണ്ടയിൽ നിസ്സഹായരായി കടന്നു കൊടുക്കണം. ആളുകൾ നമ്മുടെ ശരീരം തേച്ചു കഴുകുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. പടച്ചറബ് തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. صدق الله مولانا العلي العظيم. الغسل والتكفين والصلاة عليه ثم الدفن مفروضات كفاية ومن شهيدا يقتل
في معرك الكفار لا يغسلوا ولا يصلى بل على الغارق والهدم والمبطون والحارق يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. ആദരണീയരായ ഉസ്താദ്, സദസ്സിൽ സന്നിഹിതരായ കാരണവന്മാർ, ഉമ്മപെങ്ങന്മാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പിഞ്ചുമക്കൾ, മറ്റു ശ്രോതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പൊരുത്തപ്പെട്ടവരിൽ നമ്മെ, നമ്മുടെ മാതാപിതാക്കളെ, ഉസ്താദുമാരെ, ബന്ധുമിത്രങ്ങളെ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവരെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നൊക്കെ മൗത്തായി പോയവരോട് സർവശക്തനായ അല്ലാഹു പൊറുക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുമാറാകട്ടെ. മയ്യിത്ത് കുളിപ്പിക്കുവാൻ എടുത്തു വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ പ്രസംഗം അവസാനിച്ചത്. ഇനി അവിടുന്ന് അങ്ങോട്ട് നോക്കാം. ഇനിയുള്ള ഭാഗം വളരെ ബേജാറ് പിടിച്ച രംഗങ്ങളാണ്. കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, ചുമന്നു കൊണ്ടുപോവുക, നിസ്കരിക്കുക, 6 അടി മണ്ണിൽ അടക്കം ചെയ്യുക. ബേജാറ് പിടിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ ഗൗരവം നന്നായി ഉൾക്കൊള്ളുന്ന വിധം നാം പറയുകയും കേൾക്കുകയും വേണം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പ്രഗൽഭ സഹാബി വര്യനാണ്. അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഔസാഹു ഫഖാൽ, നബി തങ്ങൾ അദ്ദേഹത്തോട് വസിയത്ത് ചെയ്തു, ഉപദേശിച്ചു. സുരിൽ ഖുബൂർ, നീ ഖബറുകൾ സന്ദർശിക്കണം. തദ്കുർ ബിഹൽ ആഖിറ, അതുകൊണ്ട് ആഖിറത്തെ ഓർക്കണം. വഗ്സിലിൽ മൗത, മരിച്ചവരെ നീ കുളിപ്പിക്കണം. ഫഇന്ന മുആലജത ജസദിൻ ഖാവിൻ മൗഇളത്തുൻ ബലീഗ, ജീവനില്ലാത്ത ശരീരം കുളിപ്പിക്കുകയും അതിനെ പരിചരിക്കുകയും ചെയ്യുന്നത് ഗൗരവമുള്ള ഒരു ഉപദേശമാണ്. കുളിപ്പിക്കണമെങ്കിൽ എങ്ങനെയാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് പഠിച്ചിരിക്കണം. അതിനാണ് ഇന്നത്തെ ആദ്യ റൗണ്ട് നാം ഉപയോഗപ്പെടുത്തുക. ഒരു കാര്യം നിങ്ങൾ തീരുമാനിക്കണം, ഞാൻ പഠിക്കും. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും മരിച്ചാൽ ഞാൻ തന്നെ മയ്യത്ത് കുളിപ്പിക്കും. നന്നായി മനസ്സിൽ തീരുമാനമെടുക്കുക. ഇൻഷാ അല്ലാഹ് അതിന് നിങ്ങളെ പ്രാപ്തനാക്കുവാൻ ഈ വിനീതന് സാധിക്കും. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. നമുക്ക് വഴിക്ക് വഴി വിഷയങ്ങളിലേക്ക് കടക്കാം. പൊതുവെ പറയുമ്പോൾ
പുരുഷന്മാര് മരിച്ചാൽ പുരുഷന്മാരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത്, സ്ത്രീകളെ സ്ത്രീകളും. അതിന് വിപരീതമായി ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കാവുന്നതാണ്, ഭർത്താവിന് ഭാര്യയുടെ മയ്യത്തും കുളിപ്പിക്കാവുന്നതാണ്. നമ്മൾ എന്തൊക്കെയോ നേരത്തെ ധരിച്ചു വെച്ചിട്ടുണ്ടാവും. ആ ധാരണകൾ തിരുത്തേണ്ടതാണെങ്കിൽ തിരുത്തണം. അതിന് പരിപാടി പ്രയോജനപ്പെടണം. അല്ലാതെ നമ്മളെന്തോന്ന് മനസ്സിലാക്കി വെച്ചു, ആ മനസ്സിലാക്കി വെച്ചതിന് എതിര് പലരും പറഞ്ഞു കേട്ടു, അതങ്ങനെ പറഞ്ഞു കേട്ടു എന്നല്ലാതെ നമ്മളെ ധാരണയിൽ നിന്ന് നമ്മൾ മാറൂല. അങ്ങനത്തെ ഒരവസ്ഥ ആർക്കും വരരുത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പറഞ്ഞു, വാ റൗസാ എന്ന് പറഞ്ഞു, എനിക്ക് വല്ലാതെ തലവേദന ആകണമെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി, ബൽ വാ റൗസാ, എനിക്കുണ്ട് തലവേദന. പിന്നെ പറഞ്ഞു, ആയിഷ നിനക്കെന്തോട്ട് പേടിക്കാനാ, ലൗ മിത്തി ഖബ്ലി, മൂ എന്നും മീ എന്നും വായിക്കാം, എനിക്ക് മുമ്പ് നീ മരിച്ചാൽ, ഫവസ്സൽതുകി, നിന്റെ മയ്യത്ത് ഞാൻ നേരിട്ട് കുളിപ്പിക്കും, വകഫൻതുകി, നിന്നെ ഞാൻ തന്നെ കഫൻ ചെയ്യും, വസല്ലൈതു അലൈകി, നിന്റെ മേൽ ഞാൻ നിസ്കരിക്കും, സുമ്മ ദഫൻതുകി, നിന്നെ ഞാൻ തന്നെ മറവ് ചെയ്യും എന്ന് പറഞ്ഞു. ഇതങ്ങട്ട് കേട്ടപ്പോ ആയിഷ ബിബി വാ സുക്ലിയാ എന്ന് പറഞ്ഞു. അത് വലിയ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോ പറയുന്ന ഒരു വാചകാണ്. എന്ന് പറഞ്ഞാൽ എന്റെ മയ്യത്തെ കുളിപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ് നിങ്ങളല്ലേ എന്ന നിലക്കുള്ള പ്രതികരണം ഉണ്ടായത്. സംഗതി നബിത്തങ്ങൾ ഈ പറഞ്ഞതൊരു തമാശയാണ്. കാരണം ഈ ഹദീസിന്റെ വേറെ ഒരു റിപ്പോർട്ട് ബുഖാരിയിൽ ഉണ്ട്. അത് വ്യാഖ്യാനിച്ചുകൊണ്ട് ഫത്ഹുൽ ബാരിയുടെ 10ാം വാള്യം 156 പേജിൽ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. വഫീഹി മുദാഅബത്തുർ റജുലി അഹ്ല, ഭർത്താക്കന്മാര് ഭാര്യമാരോട് തമാശ പറയുന്നത് ആവശ്യമാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം എന്ന് കാണാം. ഇരിക്കട്ടെ, നബിത്തങ്ങൾ പറഞ്ഞതൊരു തമാശയാണെങ്കിലും നമുക്കതൊരു തെളിവായി ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് കുളിപ്പിക്കാം, ഭാര്യയ്ക്ക് ഭർത്താവിന്റെ മയ്യത്തും കുളിപ്പിക്കാം. നോക്കൂ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന അബൂബക്കർ, നിശ്ചയം അബൂബക്കർ. അബൂബക്കർ ആയിഷ ബീവിന്റെ ആരാന്നറിയോ? ആരാണ്? ആഹാ, പിതാവാണ്. സ്വന്തം വാപ്പയെ പറ്റി പറയാണ്. അബൂബക്കർ ഔസാ ബി അസ്മാ ബിൻത് ഉമൈസ്, അസ്മാ ബിൻത് ഉമൈസ് എന്ന തന്റെ ഭാര്യയെ വസിയ്യത്ത് ചെയ്തു, ഭാര്യയോട് വസിയ്യത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് നീ തന്നെ കുളിപ്പിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് വസിയ്യത്ത് ചെയ്തു. ഈ അസ്മാ എന്ന് പറയുന്നത് കാനത്ത് അസ്മാ മിനസ് സാബിഖാത്തി ഇലൽ ഇസ്ലാം, വളരെ നേരത്തെ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുള്ളവരാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി മുവത്തയിൽ രേഖപ്പെടുത്തുന്നത് കാണാം, അന്നഹാ വസ്സലത്ത് അബൂബക്കർ, അബൂബക്കർ എന്നവർ മരിച്ചപ്പോ ഈ ഭാര്യ തന്നെയാണ് മയ്യത്ത് കുളിപ്പിച്ചത്. എത്രയോ തെളിവുകൾ ഈ വിഷയത്തിലൊക്കെ കാണാൻ കഴിയും. ഫുഖഹാ അതിന് പറയുന്ന ഒരു ന്യായം തന്നെ, ലി അന്നഹാ തൻളുറു മിൻഹു ഇലാ മാ ലാ യൻളുറൂൻ, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ മറ്റു അന്യ പുരുഷന്മാര് അവർക്കൊന്നും ഒരു പുരുഷന്റെ ശരീരത്തിൽ നിന്ന് കാണാൻ പാടില്ലാത്ത ഭാഗം പോലും ഇവൾക്ക് കാണാൻ പറ്റുമല്ലോ. തിരിച്ച് ഭാര്യയുടെ മയ്യത്ത് ഭർത്താവ് കുളിപ്പിക്കുമ്പോഴും മറ്റുള്ളവർക്ക് കാണാൻ പാടില്ലാത്ത ഭാഗം ഇയാൾക്ക് കാണാൻ പറ്റുമല്ലോ. അതുകൊണ്ട്
പുരുഷന്മാർ മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പുരുഷന്മാരാണ്, സ്ത്രീകൾ മരിച്ചാൽ സ്ത്രീകൾ തന്നെയാണ് കുളിപ്പിക്കേണ്ടത്. എന്നാലും ഭാര്യ ഭർത്താക്കന്മാർക്ക് അപ്പുറം ഇപ്പുറം മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് പണ്ഡിതന്മാർ ഈ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോ നോക്കണം എന്താണെന്നറിയോ, മയ്യത്ത് കുളിപ്പിക്കൽ പഠിപ്പിക്കാൻ പോവാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കണം ആരാണ് കുളിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ വെച്ചിട്ട് ഒരു ധാരണയും കൂടി തിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഈ പരിപാടിയെ സംബന്ധിച്ച് അറിഞ്ഞിട്ട് തൃശൂർ ജില്ലയിൽ നിന്ന് 2 ദിവസം മുമ്പ് ഒരാൾ എന്നെ വിളിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. അവിടെയൊക്കെ ഒരു ചർച്ചയുണ്ടത്രേ, ഭാര്യ മരിച്ചാൽ ഭർത്താവിനും ഭർത്താവ് മരിച്ചാൽ ഭാര്യക്കും കാണാൻ പാടില്ല. അപ്പൊ ആ ധാരണ തെറ്റാണ് എന്ന് ഇതിൽ നിന്ന് തന്നെ മനസ്സിലായി. കാണാമെന്ന് മാത്രമല്ല, മയ്യത്ത് കുളിപ്പിക്കുന്നതിന് പോലും തടസ്സമില്ല. അപ്പൊ ഇനി അങ്ങനെ ഒരു ചിന്ത എന്റെ ശ്രോതാക്കളുടെ ആരുടെയെങ്കിലും കൽബിലുണ്ടെങ്കിൽ അതങ്ങോട്ട് മാറ്റണം. വികാരത്തോടു കൂടി കാണാൻ പാടില്ല എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. ആ പറഞ്ഞത് തെറ്റായി മനസ്സിലാക്കിയിട്ട് തെറ്റായ വിചാരവും ചിന്തയായിട്ട് നടക്കായിരിക്കും. വികാരത്തോടുകൂടി ആരായിട്ടും മരിച്ചു കഴിഞ്ഞിട്ട് കാണാൻ പോണത് അതായാലും പാടില്ല. അത് വിഷയം പറയാൻ ഇരിക്കട്ടെ. ഇനി പുരുഷന്മാരുടെ മയ്യത്ത് പുരുഷന്മാർ കുളിപ്പിക്കണം. അതിന്റെ മുൻഗണനാക്രമം എങ്ങനെയാണ് അത് പറയാം. അബുൽ മയ്യിത്തി, മരിച്ചാളെ വാപ്പുണ്ടെങ്കിൽ വാപ്പക്കാണ് സ്ഥാനം. ഫഅബൂഹു, വല്യാപ്പുണ്ടെങ്കിൽ വല്യാപ്പ. സുമ്മൽ ഇബ്നു, മയ്യത്തിന്റെ മകൻ. ഫബ്നുഹു, മകന്റെ മകൻ. സുമ്മൽ അഖു, പിന്നെ സഹോദരൻ. ഫബ്നുഹു, സഹോദരന്റെ മകൻ. സുമ്മൽ അമ്മു, പിതൃവ്യൻ. ഫബ്നുഹു, മൂത്താപ്പ. സുമ്മൽ അമ്മു, മൂത്താപ്പ. ഫബ്നുഹു, മൂത്താപ്പന്റെ മകൻ. കൊച്ചാപ്പ, കൊച്ചാപ്പന്റെ മകൻ. ഇതൊക്കെയാണ് ഈ നിലക്ക് അടുത്ത അടുത്ത ബന്ധു എന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. മരിച്ചൊരു സ്ത്രീ ആണെങ്കിലോ കൽ ഉമ്മി, ഉമ്മ. ബിന്തി, മകൾ. ബിന്തിൽ ഇബ്നി, മകന്റെ മകൾ. ബിന്തിൽ ബിന്തി, മകളുടെ മകൾ. വല്ലുഖ്തി, സഹോദരി. ഖാലത്തി, അമ്മായി. ഇങ്ങനെയൊക്കെ എന്താ ഈ പറഞ്ഞെന്നറിയോ? ഒരാളുടെ മരിച്ചു കഴിഞ്ഞാല് ആ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് പുരുഷനാണെങ്കിൽ അയാളുമായി ഏറ്റവും അടുത്ത കുടുംബ രക്തബന്ധമുള്ള പുരുഷൻ. സ്ത്രീ ആണെങ്കിൽ അതേപോലെ തന്നെ ആ സ്ഥാനത്ത് വരുന്ന സ്ത്രീ. അവർക്കാണ് അതിന്റെ അവകാശം, അവരാണത് ചെയ്യേണ്ടത്. എന്നാൽ ശ്രദ്ധിച്ചോളണം, വൽ അഫ്ഖഹു ഔലാ മിനൽ അസന്നി ബിൽ ഉസ്ലി വദ്ദഫ്നി. മയ്യത്ത് കുളിപ്പിക്കുന്നിടത്തും മയ്യത്ത് കബറടക്കുന്നിടത്തുമൊക്കെ പ്രായത്തേക്കാൾ കൂടുതൽ പരിഗണന നൽകേണ്ടത് പാണ്ഡിത്യത്തിനാണ് എന്ന് മിക്ക ഫിഖ്ഹി ഗ്രന്ഥങ്ങളും രേഖപ്പെടുത്തിയത് കാണാം. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ പറഞ്ഞ ക്രമം, ആ ക്രമം തെറ്റിച്ചുകൂടാ എന്നല്ല, മറിച്ച് കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ പരിചയവും അറിവും ഉള്ളവനാരോ അവൻ ചെയ്യുക. എന്നാൽ അത് ചെയ്യേണ്ട ക്രമം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്. അടുത്ത ആളുകൾ. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നു, ഇതത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പഠിച്ചാൽ എളുപ്പത്തിൽ സാധിക്കും. പഠിക്കാം. ആരൊക്കെയാണ് കുളിപ്പിക്കേണ്ടതെന്ന് ഇപ്പൊ മനസ്സിലായി. ആരെയൊക്കെയാണ് കുളിപ്പിക്കേണ്ടത് അതുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് കുളിപ്പിച്ചു തുടങ്ങാം. ആരെയൊക്കെയാണ് കുളിപ്പിക്കേണ്ടത് നോക്കോളൂ. ഉസ്ലുൽ മയ്യിത്തി ഗൈരി ഷഹീദി വതക്ഫീനുഹു വസ്സലാത്തു അലൈഹി വഹംലുഹു വദഫ്നുഹു മിൻ ഫുറൂദിൽ കിഫായ. രക്തസാക്ഷിയല്ലാത്ത മയ്യിത്ത്, ആ മയ്യത്തിനെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറമാടലും അത് സാമൂഹ്യ ബാധ്യതയാണ്. സാമൂഹ്യ ബാധ്യത ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറച്ചാളുകൾ അത് ചെയ്താൽ ആ ചെയ്തവർക്ക് കൂലിയും കിട്ടും, ബാക്കിയുള്ളവരൊക്കെ കുറ്റത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യും. ആരും ചെയ്തിട്ടില്ലെങ്കിലോ എല്ലാവരും കുറ്റക്കാരാവുകയും ചെയ്യും. അങ്ങനെയുള്ള ഫർളിനാണ് ഫർള് കിഫായ, സാമൂഹ്യ ബാധ്യത എന്ന് പറയാം. അപ്പൊ ഇവിടെ
ഗൈരി ഷഹീദി എന്ന് പറഞ്ഞു. ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല. പരിശുദ്ധമായ ദീനിന്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് അവിശ്വാസികളുമായി യുദ്ധത്തിലേർപ്പെട്ട് രക്തം വാർന്നൊലിച്ചിട്ടും വെട്ടും കുത്തും കെട്ടിയിട്ടുമൊക്കെ വീര മൃത്യു വരിക്കുന്ന മഹാന്മാർ, ധീര രക്തസാക്ഷികൾ, അവരെ കുളിപ്പിക്കാൻ പാടില്ല എന്നാണ്. അമ്മ ഷഹീദു ഫഇന്നമാ യജിബു തക്ഫീനുഹു വദഫ്നുഹു, ഷഹീദിനെ കഫൻ ചെയ്യുകയും മറമാടുകയും വേണം. വയഹറുമു ഉസ്ലുഹു വസ്സലാത്തു അലൈഹി, ഷഹീദിനെ കുളിപ്പിക്കാൻ പാടില്ല, നിസ്കരിക്കാനും പാടില്ല. കുളിപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ നിസ്കരിക്കാനും പാടില്ല. ഹദീസിൽ കാണാം, ലാ തുഗസ്സിലൂഹും ഫഇന്ന കുല്ല ജുർഹിൻ ഔ കുല്ല ദമിൻ യഫൂഹു മിസ്കൻ യൗമൽ ഖിയാമ. നിങ്ങൾ രക്തസാക്ഷികളെ കുളിപ്പിക്കരുത്. കാരണം അവരുടെ മുറിപ്പാടുകൾ, അവരുടെ ശരീരത്തിലുള്ള രക്തപ്പാടുകൾ യഫൂഹു മിസ്കൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ കസ്തൂരി വമിക്കുന്നതാണ്. ഖാല ശഫീഉനാ റസൂലുള്ളാഹി. അപ്പോ ഷഹീദിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിസ്കാരത്തിന്റെ ഒന്നും ആവശ്യം ആ കക്ഷിക്കില്ല. എല്ലാ അർത്ഥത്തിലും അല്ലാഹുവിന്റെ പ്രത്യേകമായ ആദരവിന് പാത്രമായി ഈ ലോകത്തോട് വിട പറയുന്നവരാണ്. അവരുടെ ശരീരത്തിലുള്ള രക്തക്കറകൾ കഴുകിക്കളയരുത്. അവർക്ക് നാളെ ഖബറിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മലക്കുകളുടെ മുമ്പാകെ ആ രക്തപ്പാടുകൾ കാണിച്ചു കൊടുക്കാനുള്ളതാണ്. ആ രക്തക്കറകൾ നാളെ ഖിയാമത്ത് നാളിൽ കസ്തൂരി വമിക്കാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് രക്തസാക്ഷികളുണ്ടല്ലോ. അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് കുളിപ്പിക്കുവാൻ നിയമമില്ല. എന്നാൽ ചിലപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് രക്തസാക്ഷിയെടുത്ത് കുളിപ്പിച്ചു എന്ന് വരാം. അതിന് ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ താളുകളിൽ നാം തെളിവ് കാണുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഹൻദല റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ അദ്ദേഹം ഗസീലുൽ മലായിക എന്നാണ് അറിയപ്പെടുന്നത്. ഗസീലുൽ മലായിക, മലക്കുകൾ ഇറങ്ങി വന്ന് കുളിപ്പിച്ച വ്യക്തി. എന്താണ് അതിന്റെ സംഭവം എന്നറിയോ? കാന ഖദ് തസവ്വജ ബിൻത അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ്, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യിന്റെ മകളെ ഹംലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വിവാഹം ചെയ്തു. വദഖല ബിഹാ ലൈലതൻ ഹമ്മൽ മുസ്ലിമൂന ബിലിഖാഇൽ മുശ്രികീന ഫീ ഉഹദ് യുദ്ധത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരുന്ന സമയത്താണ് വിവാഹം നടക്കുന്നത്. നാളെ യുദ്ധമാണെങ്കിൽ ഇന്നത്തെ ഈ രാവ് അദ്ദേഹത്തിന്റെ മധുവിധു രാത്രിയാണ്. കല്യാണം കഴിഞ്ഞു, മധുവിഘോഷത്തിലാണ്. ആ രാവ് പുലർന്നപ്പോൾ അദ്ദന മുഅദ്ദിനുൽ ജിഹാദ്, യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. അയ്യാ ഖൈറല്ലാഹി ഇർകബീ, അയ്യാ ഖൈറല്ലാഹി ഇർകബീ എന്ന് പറഞ്ഞാൽ, ഓ സഹോദരന്മാരെ, പരിശുദ്ധമായ ഇസ്ലാമിനെ നാമാവശേഷമാക്കുവാൻ, ഇസ്ലാമിക പ്രസ്ഥാനത്തെ എന്നേക്കുമായി തുടച്ചു നീക്കുവാൻ ശത്രുക്കൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നു. മദീനയെ കടന്നാക്രമിക്കുവാൻ ശത്രുക്കൾ ഇതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് വാഹനം റെഡിയാക്കുക, കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളൊക്കെ എടുക്കുക, അടർക്കളത്തിലേക്ക് നീങ്ങുക. ഈ പ്രഖ്യാപനം യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങി. സുബ്ഹാനല്ലാഹ്, ഈ വിളി കേട്ട മഹാനായ ഹൻദലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തന്റെ ജീവിതത്തിന്റെ മധുരപ്പാതിയെ മറന്നുപോയി. പിന്നെ ഒരു നിമിഷവും പാഴാക്കിയില്ല. അല്ലാഹുവിന്റെ മാർഗത്തിൽ ശാന്തിയുടെ സമാധാനത്തിന്റെ പുനഃസ്ഥാപനത്തിനു വേണ്ടി തമസ്സിന്റെ ശത്രുക്കളുമായി ഏറ്റുമുട്ടാൻ, ചോര ചിന്തി ധീര രക്തസാക്ഷിത്വം വരിച്ചിട്ട് സ്വർഗം നേടാൻ മഹാനായ ഹൻദലത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അടർക്കളത്തിലേക്ക് പോകുന്നു. ശത്രുനിരകളിൽ
വമ്പിച്ച വിള്ളലുകൾ സൃഷ്ടിച്ച ശേഷം ഹത്താ ഫാസ ബിശ്ശഹാദ, ആ മഹാനുഭാവൻ മണവാട്ടിയുടെ മാറിടത്തിൽ നിന്ന് അടർക്കളത്തിലേക്ക് കുതിച്ചുടങ്ങി ധീരമഹാനായ ധീരജവാൻ രക്തസാക്ഷിത്വം വരിച്ചുപോയി. ചരിത്രം പഠിപ്പിക്കുന്നു, وعندما تفقد الرسول صلى الله عليه وسلم القتل وجد الملائكة تغسل حنظلا. ഉഹദിലെ രക്തസാക്ഷികളെല്ലാം ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് മരിച്ചത്, നമ്മുടെ ഭാഗത്ത് നിന്ന് എത്രയാള് ഷഹീദായിട്ടുണ്ട്, ഇതൊക്കെ നബിത്തങ്ങൾ ഇങ്ങനെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുമ്പോ വജദൽ മലായികത തുഗസ്സിലു ഹൻവല, മലക്കുകൾ ഹൻവല എന്ന ഷഹീദിനെ കുളിപ്പിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അവിടത്തേക്ക് അത് വലിയ അത്ഭുതമായി. കാരണം ലിഅന്ന ഷഹീദ ലാ യുഗസ്സൽ, ഷഹീദിനെ കുളിപ്പിക്കലില്ലല്ലോ. ഇതെന്താണ് മലക്കുകൾ ഈ മനുഷ്യനെ കുളിപ്പിക്കുന്നത്? അത്ഭുതത്തോടുകൂടി തന്നെ നബിത്തങ്ങൾ ആ വിവരം തന്റെ സഹാബിമാരുമായി പങ്കുവച്ചു. ഇങ്ങനെ ഒരു സംഭവം ഈ അടർക്കളത്തിൽ നടക്കുന്നുണ്ട് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞു. അപ്പൊ സഹാബിമാരിങ്ങനെ ചെന്നു നോക്കി. ഫശാഹദുൽ മാഅ യതഖാതറു മിൻഹു, ഈ ഷഹീദിന്റെ ശരീരത്തിൽ നിന്ന് വെള്ളമിങ്ങനെ ഇറ്റി വീഴുന്നത് മറ്റുള്ള സഹാബിമാരും കണ്ടു. നമ്മുടെ കൂട്ടത്തിൽ ഒരു ഷഹീദിനുണ്ട്, മലക്കുകൾ കുളിപ്പിക്കല്. ചെന്ന് നോക്കണമെന്നൊരു നബിത്തങ്ങള്. മലക്കുകളെയും കാണാനോ കുളിപ്പിക്കുന്നത് കാണാനോ എന്നുള്ള നിൽക്കാ പോയത്. പക്ഷേ മലക്കുകളെ കണ്ടില്ല. ഈ ഷഹീദിനെ കുളിപ്പിച്ചു വെച്ചിരിക്കുന്നു, ശരീരത്തിൽ നിന്ന് വെള്ളമതാ ഒഴുകുന്നു. ആരംഗം സഹാബിമാരും കണ്ടു. ഈ സംഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ നവവധുവിനോട്, അതേ രക്തസാക്ഷിയുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം കണ്ടല്ലോ, നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടോ? ആ സമയത്ത് അവര് മറുപടി പറഞ്ഞുപോയി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ലഖദ് അൽജലഹു ദാഇ അലൽ ജിഹാദ്, ജിഹാദിന്റെ വിളിയെന്ന് കേട്ടപ്പോൾ, യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയപ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ അതേ അടർക്കളത്തിലേക്ക് കുതിക്കുകയായിരുന്നു. അദ്ദേഹം കുളിച്ചിട്ടില്ല. ഫഖറജ ജുനുബാ, വലിയ അശുദ്ധിയുള്ളവനായ നിലയിൽ, ജനാപത്തുകാരനായ നിലയിലാണ് നബിയെ എന്റെ ഭർത്താവ് യുദ്ധത്തിന് പുറപ്പെട്ടത്. യുദ്ധം ചെയ്യുവാനുള്ള ആവേശത്തിന്റെ തിരക്കിനിടയിൽ കുളിക്കാൻ മറന്നുപോയിട്ടുണ്ട് നബിയേ. ഭാര്യയിതെന്ന് പറഞ്ഞപ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് നബിത്തങ്ങൾ പറയുകയാണ്, ലിദാലിക വസ്സലത്തുൽ മലായിക, ഇതാണ് മലക്കുകൾ കുളിപ്പിച്ചതിന്റെ സൂത്രം.